ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗസ് വൈഫിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളവർ ഈ ഹൗസ് വൈഫാണ് കേട്ടോ. കാരണം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും, പക്ഷേ അവർക്ക് സാഹചര്യങ്ങൾ കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല, അതിനുള്ള സിറ്റുവേഷൻസ് ഒന്നും കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ അവർക്ക് പോയി പഠിക്കാനുള്ള ഒരു ലജ്ജ, നാണക്കേട് തുടങ്ങിയ ഒരുപാട് കാരണങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തേത് ഡയറി എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അത് ഏറ്റവും നല്ലൊരു ഹാബിറ്റാണ് ഈ ഡയറി എഴുതുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും രാത്രിയിൽ നമ്മളൊരു ഡയറി കീപ്പ് ചെയ്യുക, അതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ആ ഡയറിയിൽ നമ്മൾ രാവിലെ എണീച്ചത് മുതലുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, എന്തൊക്കെ ജോലിയാണ് ചെയ്തത്, കുട്ടികളെ പഠിപ്പിച്ചു, കുട്ടികളെ സ്കൂളിൽ വിട്ടു, ഫുഡ് ഉണ്ടാക്കി, ബാക്കിയുള്ള സമയം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്, പുറത്ത് പോയെങ്കിൽ അതുപോലെ തന്നെ ചെയ്തത് മാത്രമല്ല നമ്മളുടെ ഉള്ളിൽ വന്ന തോട്ട്സ്, അതായത് നമ്മളുടെ ഉള്ളിൽ വന്ന ചിന്തകൾ, പിന്നെ നമ്മൾക്ക് ഉള്ള പ്ലാൻസ്, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാൻസ്, നമ്മളുടെ ഉള്ളിലെ ഗോൾസ്, അതായത് നമ്മൾക്കുള്ളിലുള്ള ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമുക്ക് ഡയറിയിൽ എഴുതാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കലായിട്ട് ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. കാരണം നമുക്ക് ഇതിൽ നിന്ന് നമ്മളുടെ മനസ്സ് ഫ്രീ ആകുന്നു, നമ്മളോട് തന്നെ കൂടുതൽ സംസാരിക്കുമ്പോൾ, കൂടുതൽ നമ്മളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ഒരു ഡയറിയിലാക്കി നമ്മൾ എഴുതുമ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് സ്വയമുള്ള ഒരു പ്യൂരിഫിക്കേഷനാണ്, നമ്മളുടെ മൈൻഡിലുള്ള ഒരു പ്യൂരിഫിക്കേഷനാണ്. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള യൂസാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണ് നമ്മളിത് എഴുതുമ്പോൾ എന്താണ്ടാവുക, നമുക്ക് ചിന്തിക്കുന്നതിനെ പറ്റിയിട്ട് എഴുതാൻ പറ്റും, നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് എഴുതാൻ പറ്റും, അതായത് ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള പ്ലാൻസ് എഴുതാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി സെൻറ്റൻസുകളാക്കി നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ കുറേ നാളുകൾ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കിത് പതുക്കെ അത് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഡയറി എഴുതിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പതുക്കെ ഇതെന്ത് ചെയ്യാണ്, നമ്മൾക്ക് പതുക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മിററിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെന്ന് നിന്ന് മിറർ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളോട് തന്നെ സംസാരിക്കുക. ഇതെല്ലാം കോമൺ ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യത്തേത് കേട്ടോ. അപ്പോൾ ഡയറി എഴുതലും ഇതുപോലെ തന്നെ എഴുതിയ കാര്യങ്ങൾ നമ്മളോട് തന്നെ സ്പീക്ക് ചെയ്യലുമാണ് ആദ്യത്തെ വഴി. അപ്പോൾ റൈറ്റിംഗ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് റീഡിംഗ് സെക്ഷനാണ്. റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മളുടെ സ്കില്ലനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ലെവൽ അനുസരിച്ചുള്ള ബുക്കുകൾ വേണം ആദ്യം നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആണെങ്കിൽ, അതായത് നമുക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയ സ്റ്റോറീസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആദ്യം തന്നെ കുഞ്ഞു കാർട്ടൂണൊക്കെ വാങ്ങുന്ന ബുക്ക് കിട്ടും, അതായത് പിക്ചേഴ്സ് ഉൾപ്പെടെ കിട്ടുന്ന ബുക്ക്. അതായത് അപ്പോൾ നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം എന്താണ് സംഭവം എന്ന്. അപ്പോൾ ആ പിക്ചർ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളത് വായിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈൻ സെൻറ്റൻസ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യം ഇതാണ് എന്നുള്ളത് അല്ലേ. അത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വായിക്കാൻ ചെയ്യുകയാണ്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മളുടെ ലെവൽ കുറച്ചും കൂടി ഹൈ ആണെങ്കിൽ, കുറച്ചും കൂടി നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട സെക്കൻഡ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടി വലിയ ബുക്കുകൾ എന്ന് ഉദ്ദേശിച്ചത് കനം കൂടിയ ബുക്കുകളല്ല, കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി എഴുത്തുകളൊക്കെ കുറച്ചും കൂടി സാഹിത്യപരമായിട്ടുള്ളത്, ലിറ്ററേച്ചർ കലർന്ന ബുക്കുകളൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ് കേട്ടോ. അതായത് കുറച്ച് നല്ല ഓതേഴ്സിൻ്റെയൊക്കെ ബുക്കുകൾ വാങ്ങി നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിങ്ങിൽ നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് റീഡിങ്ങിൽ തന്നെ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വായിക്കുക എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് എല്ലാ ദിവസവും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. ഇനി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വീട്ടിൽ വരുത്തുന്നില്ല എങ്കിൽ, അതായത് ഹൗസ് വൈഫ് ആണല്ലോ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഹസ്ബൻഡൊന്നും വേണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ചെയ്യുന്നുണ്ടാവില്ല, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇതിന് ഒരുപാട് ആപ്സ് ഉണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ആപ്സ് ഉണ്ട്. ഇതെല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും വായിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആപ്സൊക്കെ ഉണ്ട്, ഹെഡ്ലൈനായിട്ട് നമ്മളുടെ ഇതിൽ നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും, അപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് മാത്രമാണെങ്കിലും വായിച്ചാലും മതി കേട്ടോ. ഇതും വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടെക്നിക്കാണ്.
ഇനി അടുത്തത് ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ. അതായത് കോളേജിൽ പഠിച്ചു പോയവർ, സ്കൂളിൽ പഠിച്ചു പോയവർ, നിങ്ങളെപ്പോലെ പാതി വഴിയിലൊക്കെ ചിലപ്പോൾ ചിലവരുടെയെങ്കിലും പാതി വഴിയിൽ എഡ്യൂക്കേഷനൊക്കെ അവസാനിപ്പിച്ച് കല്യാണമൊക്കെ കഴിച്ച് മാരേജൊക്കെ കഴിഞ്ഞ് പോയവരുണ്ടായിരിക്കാം അല്ലേ. എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്താണ് ഒരു ഗ്രൂപ്പ് ആവുക എന്നുള്ളതാണ്. അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, ഒന്നും ആവാൻ പറ്റിയില്ല, ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ഒരുപാട് സങ്കടങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ ഈ ലോകത്ത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രണ്ട്സാകും, ഇപ്പോൾ 3 4 ഒക്കെ മതി കേട്ടോ, 4 ഫ്രണ്ട്സൊക്കെ മതിയാവും. നിങ്ങൾ കൂടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക. എന്തിനു വേണ്ടിയിട്ട്? സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക. ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത്, അതുപോലെ തന്നെ ഇന്ന് എന്ത് ഫുഡാണ് ഉണ്ടാക്കിയത്, ഫുഡിൻ്റെ റെസിപ്പി എന്താണ്, എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, കുട്ടികൾ എന്തെടുക്കുന്നു, ഹസ്ബൻഡ് എന്തെടുക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ തമ്മിൽ ഒരു എന്ത് വരുന്നില്ല, ഒരു കോംപ്ലക്സ് വരുന്നില്ല, ഒരു പേടി വരുന്നില്ല. കാരണം എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സാണ്, നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് നേരമെങ്കിലും രാത്രിയിലൊക്കെ ഉറങ്ങാൻ നേരത്തൊക്കെ കുറച്ചൊക്കെ ഒരു 5 to 10 minutes ഒക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു നല്ല സുഹൃത്ത് ബന്ധങ്ങളാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ നല്ലൊരു ബന്ധം കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം ഇത് പഠിച്ചത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ എഴുതിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് എന്താണ് വേണ്ടത്? കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്, പറയലാണ് വേണ്ടത്, സംസാരിക്കലാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ടാവണമെങ്കിൽ നമുക്കിതുപോലെ ചെറിയൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് നമുക്കിതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടോക്സൊക്കെ അവിടെ നടത്താവുന്നതാണ്. ഇനി അടുത്തത്, എല്ലാ ദിവസവും കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിക്കുക എന്നതാണ്. ഇപ്പോൾ ഗ്രാമർ ആയാലും എന്താണെങ്കിലും, ഇപ്പോൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒരുപാട് എന്തുണ്ട് ഗ്രാമർ ക്ലാസ്സസ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അല്ലാണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. കുറച്ച് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇതെല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ ലിസണിങ് കൂടെ ഒന്ന് കൊണ്ടുപോകുക. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മൂവീസ് കാണുക, സബ്ടൈറ്റിൽസ് മൂവീസ് കാണുക. ഇതുപോലെയുള്ള ലിസണിങ് സ്കില്ല് കൂടെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ഇനി അടുത്തത്, ഇങ്ങനെ ലിസണിങ്ങിലൂടെ, റീഡിങ്ങിലൂടെ, റൈറ്റിങ്ങിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെ, സ്പീക്കിങ്ങിലൂടെ നിങ്ങൾ എല്ലാം നേടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നാണം എന്നുള്ള ഒരു സംഭവം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാവുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. കാരണം ഹൗസ് വൈഫ് ആകുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പുറം ലോകത്തേക്ക് ഇറങ്ങാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് പറ്റി പോകുന്നത് അറിയോ? നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ആ ഒരു എന്താണ് സ്കില്ലുണ്ടല്ലോ, അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എത്ര നന്നായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല എന്ന് നമ്മൾ നിരാശപ്പെടുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള എന്താണ് ലിസണിങ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും എല്ലാം, അതേപോലെ സ്പീക്കിംഗ് സ്കില്ലും എല്ലാം നമ്മൾ പതുക്കെ വീട്ടിലിരുന്ന് തന്നെ, ഒരു റൂമിനുള്ളിൽ ഇരുന്ന് തന്നെ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും എല്ലാം ചെയ്തും നമ്മൾ എന്താണ് ആ സ്കില്ലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, വൺസ് നമ്മളതിനെ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ നാണം എന്നുള്ള ആ ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയാൽ കുറച്ചായിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങാം. നമ്മളുടെ മക്കളോട് ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങാം, വീട്ടിൽ സംസാരിച്ച് തുടങ്ങാം, പുറത്തിറങ്ങിയാൽ സംസാരിച്ച് തുടങ്ങാം, അറിയാത്തവരെ കാണുമ്പോൾ കുറച്ചൊക്കെ സംസാരിച്ച് തുടങ്ങാം. ഇങ്ങനെയൊക്കെ നമുക്ക് പതിയെ നാണം എന്നുള്ളത് മാറിക്കിട്ടും. ഇനി ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുന്നവരാണെങ്കിൽ, ഇനി ജോലിക്ക് പോകാൻ ഇഷ്ടമായിരുന്നു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, മെൻ്റലി പ്രിപ്പയർഡ് ആവാത്തത് കൊണ്ടെല്ലാം ജോലിയൊന്നും നോക്കാൻ പറ്റാത്തവരും നമ്മളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അവരും ഇതുപോലെ തന്നെ സ്പീക്കിംഗ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ, ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം നല്ലോണം സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു തോന്നൽ വരും, ഓക്കെ ഞാനിപ്പോൾ പെർഫെക്റ്റ് ആയി, എനിക്ക് എന്തൊക്കെയോ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നെല്ലാം നമ്മളുടെ ഉള്ളിലൊരു തോന്നൽ വരും കേട്ടോ. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ മാറിയെടുക്കുക. ഡ്രസ്സിങ്ങിലായാലും നമ്മളുടെ എന്താണ് പേഴ്സണാലിറ്റിയിലാണെങ്കിലും എല്ലാത്തിലും ഒരു മാറ്റം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ജോലിക്ക് പോകാൻ ആവശ്യമുള്ളവരാണെങ്കിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം അവിടെ തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു ടിപ്പുകളും കുഞ്ഞു കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഇംഗ്ലീഷിനെ തേടി പോകുന്നതെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും.